ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലൈൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. മാത്സ്മയുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ് സം അഥവാ തുക എന്ന് പറയുന്ന ടോപ്പിക്. ഇതിന്റെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും വീഡിയോ അയച്ചു കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ഫീൽ ചെയ്യുന്നത് നിർബന്ധമായിട്ടും ഈ വീഡിയോ പറ്റി നിങ്ങളൊരു കമന്റ് രേഖപ്പെടുത്തണം കേട്ടോ. കാരണം നിങ്ങളുടെ കമന്റുകളാണ് ഏറ്റവും കൂടുതൽ എനർജി തരാറുള്ളത്. നിങ്ങളുടെ കമന്റുകളൊക്കെ കാണാറുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കമന്റുകളൊന്നും വായിക്കുന്നില്ല. അങ്ങനെയൊന്നും അല്ല, എല്ലാ കമന്റുകളും വായിക്കാറുണ്ട്. നിങ്ങളുടെ സജഷൻസ് വായിക്കാറുണ്ട്. നിങ്ങൾ തരുന്ന പോസിറ്റീവ് കമന്റുകൾ, നെഗറ്റീവ് കമന്റുകൾ ഒക്കെ വായിക്കാറുണ്ട്. സോ എന്തായാലും നിങ്ങൾ അടിപൊളിയാക്കുക. ഏറ്റവും ആദ്യത്തെ കാര്യത്തിലേക്ക് എടുക്കാം മക്കളെ. ഈ കാണുന്ന ക്വസ്റ്റ്യനിലുണ്ട് ഏകദേശം എല്ലാ കാര്യങ്ങളും. ഒരു ചാപ്റ്ററിൽ സം അഥവാ തുക എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ആ ഇക്വേഷൻസ് ഞാൻ ആദ്യം എഴുതി കാണിച്ചു തരും കേട്ടോ. SN ഈ കാണുന്ന ക്വസ്റ്റ്യൻ നോക്കുക. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്നാമത്തെ നിങ്ങൾ നോക്കുക. ഇതൊരു നാച്ചുറൽ നമ്പർ ആണ് അഥവാ എണ്ണൽ സംഖ്യയാണ്. എണ്ണൽ സംഖ്യയുടെ സമ്മ് തുക കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് n × n+1/2. നാച്ചുറൽ നമ്പർ അഥവാ എണ്ണൽ സംഖ്യ. എണ്ണൽ സംഖ്യ എന്താ 1, 2, 3 അങ്ങനെ പോകുന്ന സംഖ്യ മാത്രമാണ് എണ്ണൽ സംഖ്യ. അത് നിർബന്ധമായിട്ട് എൻ്റെ കണ്ടീഷൻ 1ൽ നിന്ന് തുടങ്ങുകയും വേണം, 1 കൂടി വരികയും വേണം. അങ്ങനത്തെ സ്ഥലത്ത് മാത്രമേ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ n എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ n എന്ന് പറഞ്ഞാൽ അവസാനത്തെ നമ്പറാണ്. കാരണം 1 മുതൽ 100 വരെ 100 സംഖ്യകൾ ഉണ്ടാവും. അതാണ് n എന്ന് പറഞ്ഞാൽ ആകെ പദങ്ങളുടെ എണ്ണം, അല്ലാതെ അവസാനത്തെ നമ്പർ എന്നല്ല കേട്ടോ. ആകെ പദങ്ങളുടെ എണ്ണം. ഈ കാണുന്നതിൽ മാത്രം അവസാനത്തെ നമ്പറാണ് അതിന്റെ n വരിക. സോ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആണ്. 100 × 101/2. അപ്പോൾ 50 × 101 എത്ര ആണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് 5050 ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി നോക്കൂ. അത് ഒറ്റ സംഖ്യകളുടെ ശ്രേണിയാണ്. ഒറ്റ സംഖ്യ, ഓഡ് നമ്പറാണ്. 1, 3 1ൽ നിന്ന് തുടങ്ങി ഇങ്ങനെ 2 കൂടി വരിക. അപ്പോൾ 135. അവിടെ നമ്മൾ SN-നായിട്ട് യൂസ് ചെയ്യുന്നത് n² എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അവിടെ മാത്രം 1ൽ തുടങ്ങി 2 കൂടി വരുന്ന, അതായത് 1, 3, 5ൽ വരുന്ന ശ്രേണികളാണ് n². ഇവിടെ നിങ്ങൾ നോക്കൂ, ലാസ്റ്റത്തെ ടേം 99. പക്ഷെ അവിടുത്തെ n എന്ന് പറഞ്ഞാൽ എത്ര അറിയോ? ഒരു സിമ്പിൾ ട്രിക്കാണ്. ലാസ്റ്റത്തിനോട് 1 കൂട്ടുക. 99 1 കൂട്ടിയ എത്ര? 100. അതിന്റെ പകുതി എടുക്കുക, 50. അതാണ് അത്രയും പദങ്ങളാണ് ഉണ്ടാവുക. ഇനി അതല്ല, നിങ്ങൾക്ക് ആ മെത്തേഡ് അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോളൂ. n കാണാൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ച് പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്ത് +1. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും പറ്റും. ഇപ്പോൾ 1, 3, 5 99 ആണെങ്കിൽ ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 99 ആണ്. അതിന് ഫസ്റ്റ് ടേം കുറച്ചു, കോമൺ ഡിഫറൻസ് ഡിവൈഡ് ചെയ്തു, 1 കൂട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 50 കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് n കാണാൻ സിമ്പിൾ ട്രിക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ സാധാ മെത്തേഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 50 കിട്ടും. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ 50ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 2 ഇക്വേഷൻ പഠിച്ചു കേട്ടോ. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതേപോലെ തന്നെ 2, 4, 6 ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് SN = n × n+1. അതായത് /2 അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഓക്കെ, അവിടെ n എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ n എന്ന് പറഞ്ഞാൽ ഒരു ട്രിക്കാണ്. ഇതിന്റെ പകുതി അങ്ങ് എടുത്താൽ മതി. 100ന്റെ പകുതി എത്ര? 50. ഈ കാണുന്ന ക്വസ്റ്റ്യനിൽ കേട്ടോ n കാണാനുള്ള ഇക്വേഷൻ ആണ്. അതിന്റെ പകുതി എടുക്കുക. അപ്പോൾ ഇതിന്റെ ആൻസർ എത്ര? 50 × 51 ആയിരിക്കും. 50 × 51. 50 × 50. ഈ കാരണം ഞാൻ ഡിസ്കസ് ചെയ്യുന്നതിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ക്വസ്റ്റ്യൻ അല്ല കേട്ടോ. പകരം ഞാൻ ഇവിടെ ചെയ്യുന്ന മെത്തേഡുകളാണ്. കാരണം ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനെയും മെത്തേഡ് വൃത്തിയിൽ പഠിച്ചു വെച്ചാൽ ഈ സമ്മിന്റെ ടോപ്പിക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നാലാമത്തത് ജനറൽ ഫോർമാറ്റ് ആണ്. ഇവിടെ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല. 1, 3 അങ്ങനെയൊന്നുമില്ല. 1, 2, 3 1, 3, 5 2, 4, 6 ഒന്നുമില്ല. ഇത് സാധാ മോഡൽ അങ്ങ് ചെയ്താൽ മതി. ഏറ്റവും ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് SN. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. n/2 × x1 + xn. വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, x1 + xn എന്ന് പറഞ്ഞാൽ ഒരു പെയറാണ്, ഒരു ജോഡിയാണ്. ഓക്കെ, n/2 എന്ന് പറഞ്ഞാൽ ആകെ പദങ്ങളുടെ എണ്ണം /2. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. n എന്ന് പറഞ്ഞാൽ അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ച് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് +1. ഇപ്പോൾ 99 3 കുറച്ചാൽ 96. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര കിട്ടും? 24 അല്ലേ? +1. 96 എത്ര? 4 40. യെസ്, 24 + 1 25 കിട്ടും. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞാൽ 25/2 × ആദ്യ പദം പ്ലസ് അവസാന പദം 3 + 99. ഓക്കെ, ദാറ്റ് ഈസ് 25/2 × 102 ആണ്. 25/2 × 102 ആണ്. ഓക്കെ, കാരണം ക്വസ്റ്റ്യൻ ആൻസർ എത്താൻ നിങ്ങൾ ചെയ്തു നോക്കുക. 51 25 × 51. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രേ ഉള്ളൂ. ഇതുപോലെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഐഡിയ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ആദ്യം n കണ്ടുപിടിക്കുക, അതാണ് മെത്തേഡ്. എന്നിട്ട് എന്ത് കണ്ടുപിടിക്കുക? അതിന്റെ സമ്മ്. എന്താ സമ്മ് കാണുന്ന ഇക്വേഷൻ? n/2 × x1 + xn. ഇനി ഈ കാണുന്നതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്താൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ ആൻസർ കിട്ടും.
ഓക്കെ, അഥവാ നിങ്ങൾ ഈ ഇക്വേഷൻസ് ഒക്കെ മറന്നുപോയി, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ മാത്രമേ ഓർമ്മയുള്ളൂ എങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ എന്ത് കിട്ടും, ഇതിൻ്റെയൊക്കെ ഉത്തരം കിട്ടും കേട്ടോ. ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇതിന്റെ ആഴങ്ങളിലേക്ക് വരാണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് എടുക്കുകയാണ്. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിന്റെ സൂചന ഇത്രേ ഉള്ളൂ. സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 140. അടുത്തൊരു സമ്മാണ്, എഴുതി വെച്ചോളൂ. SN ഈസ് ഈക്വൽ ടു മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്, അഥവാ മധ്യപദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം. വെരി ഇമ്പോർട്ടൻറ്റ്. മധ്യപദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സമ്മിന്റെ ഇക്വേഷൻ ആണ് ഇത്. നമ്മൾ ഉപയോഗിക്കുന്നത് n എന്ന് പറയുന്നത് ഓഡ് ഒറ്റ സംഖ്യ ആകുമ്പോൾ n എന്ന് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് 1, 3, 5 എന്നല്ല, അല്ലെ 3, 7, 11 എന്നല്ല. ആകെ പദങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ ഉറപ്പിച്ചോളൂ മക്കളെ, അവിടെ ഒരു മധ്യപദം അഥവാ മിഡിൽ ടേം ഉണ്ടാവും. അതെങ്ങനെ ചെയ്യാൻ ആൻസർ നോക്കാം, എഴുതി വെച്ചോളൂ കേട്ടോ. ദ സം ഓഫ് ഫസ്റ്റ് 7 ടേംസ്, ആദ്യത്തെ 7 പദങ്ങളുടെ തുക എത്രയാണ്, 140 ആണ്. അതേപോലെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ആദ്യത്തെ 11 പദങ്ങളുടെ തുക 440 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ n എന്ന് പറയുന്നത് ഒറ്റ സംഖ്യയാണ്, അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ ഒരു മധ്യപദം ഉണ്ടാവും. അതേതാ മധ്യപദം, 7 1 കൂട്ട 8, അതിന്റെ പകുതി ആയിരിക്കും മധ്യപദം ഉണ്ടാവുക അല്ലെ. ഇത്ര വെച്ചാൽ മതി, 1 2 3 നമ്പർ ഉണ്ടെങ്കിൽ അവിടെ കറക്റ്റ് നടുവിൽ ഒരാൾ ഉണ്ടാവില്ലേ, അത് എത്രാമത്തെ ആളായിരിക്കും, 3 1 കൂട്ടുക 4, അതിന്റെ പകുതി ആയിരിക്കും. 5 പദങ്ങളുണ്ട്, 5 1 കൂട്ടുക 6, അതിന്റെ പകുതി ആയിരിക്കും നടുവത്തെ ആള് 3. ഓക്കെ, അതേപോലെ 7 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ നടുവത്തെ ആള് 7 1 കൂട്ടുക പകുതി എടുക്കുക, 4ാമത്തെ ആള്. അതായിരിക്കും നിങ്ങളോട് ചോദിക്കുന്നത്. ഇവിടെ ചോദിക്കുന്നത് എന്തായിരിക്കും, 11 പദങ്ങൾ ഉണ്ടെങ്കിൽ അതിനോട് 1 കൂട്ടുക 12, അതിന്റെ നേരെ പകുതി. 6ാമത്തെ ആളായിരിക്കും ഇതിന്റെ മിഡിൽ ടേം ഉണ്ടാവുക, മധ്യപദം. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുക, അപ്പം മിഡിൽ ടേം അഥവാ മധ്യപദങ്ങളാണെങ്കിൽ ഈ ഇന്ത്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഇതൊരു ഇക്വേഷൻ ആയിട്ട് എഴുതി വെക്കാൻ വേണമെങ്കിൽ മിഡിൽ ടേം ഈസ് ഇക്വൽ ടു തുക ബൈ എണ്ണം, അഥവാ തുക സം ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് ഈസ് ഇക്വൽ ടു മിഡിൽ ടേം. ഓക്കെ, അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല. ഈ 140നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 140/7 അതല്ലേ ചോദ്യത്തിൽ തന്നു. നോക്കൂ, ഒന്നാമത്തെ ചോദ്യം എന്താ, വാട്ട് ഈസ് ഇറ്റ്സ് ഫോർത്ത് ടേം. ഇതിന്റെ 4ാം പദം എന്ത് എന്നാണ് ആദ്യത്തെ ചോദ്യം. 4ാം പദം ചോദിക്കാനുള്ള റീസൺ എന്താണ്, കാരണം ഇവിടെ 7 പദങ്ങളുടെ തുക തന്നിട്ടുണ്ട്. 140/7 ദാറ്റ് ഈസ് ഇക്വൽ ടു 20. 6ാം പദം ആയിരിക്കും അടുത്ത ചോദ്യം. നോക്കി നോക്കൂ, 6ാം പദം 6th ടേം കാണുന്ന ക്വസ്റ്റ്യൻ എന്താ, എന്തുകൊണ്ടാണ് ചോദിക്കാൻ കാരണം ഇവിടെ ആദ്യത്തെ 11 പദങ്ങൾ തന്നിട്ടുണ്ട്. സോ 440/11 40. ഓക്കെ അല്ലേ. അടുത്ത 2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാലോ. ഇതിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം അത് ഞാൻ നിങ്ങൾക്ക് തന്നു. ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം അത് നിങ്ങൾക്ക് അറിയാം, കാരണം മാത്സ് മേളയുടെ ആദ്യത്തെ 2-3 എപ്പിസോഡിൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 2 ടേമുകൾ അറിയാമെങ്കിൽ അതിന്റെ പൊതുവ്യത്യാസം കാണാൻ സി ക്വസ്റ്റ്യൻ ഈക്വൽ ടു പദവ്യത്യാസം 40 - 20 ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് 40 - 20 ഡിവൈഡ് ബൈ 6 - 4. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 20/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കിട്ടും. ഇതാണ് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ടേമും കാണാൻ പറ്റും. ഫസ്റ്റ് ടേം എന്താണ്, x1 ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, 4ാം പദം അറിയാം. 4ാം പദത്തിൽ നിന്നും 3d കുറച്ചാൽ മതി. 3d, അപ്പോൾ 1ാം പദം കിട്ടും. 4ാം പദം തന്നെ എത്രയാണ് കിട്ടിയത്, 4ാം പദം ഈസ് ഈക്വൽ ടു 20. 20 - 3 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു -10. ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ആൻസർ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കോൺസെപ്റ്റ് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാത്സ് മേളയുടെ വീഡിയോ കാണുക. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് മസ്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം. ഇനി ഞാൻ അടുത്തൊരു മോഡൽ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രസകരമായുള്ള ഒരു മോഡലാണ് ഈ കാണുന്നത്. നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തതാണ്. ദ സം ഓഫ് 8th and 19th ടേം, 8ാമത്തെയും 19ാമത്തെയും പദങ്ങളുടെ തുക എത്രയാണ്, 125 ആണ്. ആദ്യത്തെ ചോദ്യം എന്താ അറിയോ, 7ാമത്തെയും 20ാമത്തെയും പദങ്ങളുടെ തുക. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെ തന്നാൽ 2 പദങ്ങളുടെ തുക തന്നാൽ നിങ്ങൾ നോക്കേണ്ടത് ആകെ എത്ര ഉള്ളൂ. ഇതിന്റെ പൊസിഷൻ നോക്കാം. 8ഉം 19ഉം കൂട്ടിയാൽ എത്രയാണ്, 27 ആണ്. 7ഉം 20ഉം കൂട്ടിയാൽ എത്ര, 27. അപ്പൊ രണ്ടും സെയിം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അതിന്റെ സമ്മും എന്തായിരിക്കടാ, സെയിം ആയിരിക്കും. അപ്പൊ ഒരു മാർക്കിന് ഉത്തരമായി. ഇത്ര ഉള്ളൂ ഒരു മാർക്കിന് ഉത്തരം കിട്ടാൻ. അടുത്തത് 6th ടേമും 21st ടേമും. 6th ടേമും 21st ടേമും കൂട്ടി എത്ര കിട്ടും നിങ്ങൾക്ക് അറിയാം അല്ലെ. 6th ടേം 6ഉം 21 27 സെയിം. അപ്പൊ ഇത് 125 ആയിരിക്കും. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നു. 6ാമത്തെ ടേം തന്നു. എത്രയാണ്, 6ാമത്തെ ടേം 40 ആണ്. അപ്പൊ 40 + 21ാമത്തെ ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 125. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 21ാമത്തെ ടേം കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 85. സെറ്റാണോ? ഐഡിയ ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആട്ടോ, വളരെ സിമ്പിൾ ആണ് 5 മാർക്ക് നേടാൻ.
അത് ചോദ്യം. ആദ്യത്തെ 26 പദങ്ങളുടെ തുക. ഞാൻ തുക കാണാൻ ഏറ്റവും ജനറൽ ആയിട്ട് ഇക്വേഷൻ നിങ്ങൾ പഠിപ്പിച്ചു തന്നു. എസ് എൻ കാണാനുള്ള ഇക്വേഷൻ എന്താ? n/2 × x1 + xn ആണ്. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ ഏറ്റവും നല്ല ഇതാണ്. അപ്പം n/2 26 പദങ്ങളുടെ തുക എന്നാൽ S 26 26/2 ആദ്യ പദം പ്ലസ് അവസാന പദം അല്ലെ. ആദ്യ പദം പ്ലസ് അവസാന പദം. നോക്കൂ മക്കളെ, x1 x26 കൂട്ടിയ എത്ര? 27 അല്ലേ. അപ്പം 26/2 13 ഇതെന്ത് കിട്ടും? 125. കാരണം ഇതൊക്കെ എന്താണ്? 125 ഏതൊക്കെ? യെസ്, ഇതൊക്കെ എന്താണ്? 125. നോക്കി നോക്കൂ മക്കളെ, 19 8 കൂട്ടിയ 27, 7 20 കൂട്ടിയ 27, 6 21 കൂട്ടിയ 27. സം ഓഫ് ഫസ്റ്റ് 26 ആകുമ്പോൾ x1 x26 കൂട്ടിയാലും 27. അപ്പം 27 കൂട്ടിയാൽ കിട്ടുന്ന എല്ലാത്തിൻ്റെ സം എത്രയാണ്? ഈ സെയിം ആണ്, 125. പിന്നെ ആൻസർ 13 × 25. ഓക്കെ, ഐഡിയ ക്ലിയർ ആണല്ലോ. അപ്പോൾ അടുത്ത മോഡൽ 5 മാർക്ക് മോഡൽ നമ്മൾ എന്താക്കി ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൻ്റെ കിടിലം കുറച്ച് വേർഷൻസ് ഞാൻ കാണിച്ചു തരാം. നല്ല രസമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതാക്കണം. ഇതാണ് ഇതേ മോഡൽ വന്ന ഇതേ ടോപ്പിക് വന്ന അടിപൊളിയുള്ള ഒരു ക്വസ്റ്റ്യൻ. ചോദ്യം നോക്കൂ മക്കളെ, ഇത് കുറച്ചൊരു ലെവൽ കൂടിയ ക്വസ്റ്റ്യനാണ്. ദ സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 45. ആദ്യത്തെ 9 പദങ്ങളുടെ തുക ഓഡ് നമ്പറാ 45. ആൻഡ് സം ഓഫ് ഫസ്റ്റ് 18 ടേംസ് ഈസ് 171. ആദ്യത്തെ 18 പദങ്ങളുടെ തുക 171. ഇത് ഓഡ് നമ്പർ അല്ല, ഇത് ഒറ്റ സംഖ്യ അല്ല, ഇത് ഒറ്റ സംഖ്യയാണ്. ഒന്നാമത്തെ ചോദ്യം നോക്കും മക്കളെ, വാട്ട് ഈസ് ദ സം ഓഫ് 10th to 18th ടേം? നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. 10ാം പദം മുതൽ 18ാം പദം വരെ ഞാൻ ഇപ്പോൾ ഒരു വര വരച്ചു. അതിൽ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 1ാം പദം മുതൽ 9ാം പദം വരെയുള്ള സം എന്ന് പറഞ്ഞാൽ 45. 10ാം പദം മുതൽ ഇവിടം വരെ 18ാം പദം വരെയുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഇത് മുതൽ ഇവിടം വരെ 45, ഇത് മുതൽ ഇവിടം വരെ 171. ഓക്കെ, ഈ ടേം മുതൽ ഇവിടം വരെ എത്രയാണ്? 171. ഈ ടേം മുതൽ ഇവിടം വരെ എത്രയാണ്? 45. നമ്മളോട് ചോദിച്ചത് ഈ ഒരു ഏരിയ ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 171 - 45. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ എത്ര കിട്ടും? 126 കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊരു A+ പക്കാ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻ ആണ്. 10ാം പദം മുതൽ 9ാം പദം വരെ 45. അപ്പോൾ 10ാം പദം മുതൽ 18ാം പദം വരെ എത്ര ഉണ്ടാവും? 171 45 കുറച്ചാൽ മതി. ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്ര? 125. ഓക്കെ, 126 അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താടാ? ഇതിന്റെ 5ാം പദം എന്ത്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് 5ാം പദം. കാരണം 9 പദങ്ങളുടെ തുക 45 ആണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. 5ാം പദം എന്ന് പറഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം മധ്യപദം, തുക ബൈ എണ്ണം, ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക, അതും കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. ഇതിന്റെ 14ാം പദം എത്ര? ഒരു കിടിലം ക്വസ്റ്റ്യനാ. ഇതിന്റെ 14ാം പദം എത്ര? അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ മക്കളെ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു മിഡിൽ ടേം കാണാൻ പറ്റും. കാരണം 9ാം പദം മുതൽ 18ാം പദം വരെയുള്ളതിന്റെ കറക്റ്റ് നടുവിലായിരിക്കും 14ാം പദം വരിക. നോക്കി നോക്കൂ, 9ാം പദം കഴിഞ്ഞിട്ട് 10ാം പദം, 11ാം പദം, 12ാം പദം, 13, 14, 15, 16, 17, 18 ആകെ 9 പദങ്ങളുണ്ട്. 10ാം പദം മുതൽ x10 to x18 വരെ എത്ര പദങ്ങളുണ്ട്? 9 പദങ്ങളുണ്ട്. There are n = 9 പദങ്ങളുണ്ട്. അപ്പൊ കറക്റ്റ് നടുവിൽ ഒരു ടേം ഉണ്ടാവുമല്ലോ, അതാണ് 14ാം പദം. 10ാം പദത്തിന്റെയും 18ാം പദത്തിന്റെയും കറക്റ്റ് നടുവിൽ 10 + 18 ഇത്ര 32 അല്ലേ? സോറി, 10 + 18 28. അതിന്റെ പകുതി 14ാം പദം. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു അല്ലേ, തുക ബൈ എണ്ണം 126 ആകെ എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട്. സോ ആൻസർ ഈസ് 12 2 6 4 24 കിട്ടും അല്ലേ? 12 12 1 അല്ലേ? 12 1 14. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. 5ാം പദം 5ഉം 14ാം പദം 14ഉം ആണ് അല്ലേ? അപ്പോൾ അതിന്റെ കോമൺ ഡിഫറൻസ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും അല്ലേ? അപ്പൊ അതിന്റെ സം ഓഫ് 5th to 14th ടേം, 5ാം പദം മുതൽ 14ാം പദം വരെയുള്ള സമ്മ് കാണാൻ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിന്റെ ഈസി ആയിട്ട് നിങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താ വെച്ചാൽ വേണമെങ്കിൽ ഇങ്ങനെ ഇതാ n/2 ഉണ്ട് അല്ലേ? 5ാം പദം 5ാം മുതൽ 14ാം പദം വരെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ എത്ര? 14 - 5 അല്ലേ? 14 - 5 / 14 - 5 പൊതു വ്യത്യാസം 1 ആണ്. അപ്പൊ 5ാം പദത്തിന്റെ എത്ര ആയിരിക്കും? 5. 5 മുതൽ 14 വരെ എത്ര ടേംസ് ഉണ്ട്? 5, 6, 7, 8, 9, 10, 11, 12, 13, 14 10 ടേം അല്ലേ ഉള്ളത്? സോ ആൻസർ ഡി ക്വസ്റ്റ്യൻ ആൻസർ 10/2 ആദ്യ പദം പ്ലസ് അവസാന പദം. നിങ്ങൾ ആൻസർ ചെയ്യാം.
ഇനി അല്ല എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആൻസർ ചെയ്യാം കേട്ടോ. ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ നല്ല രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മുതൽ 14 വരെയുള്ള പദങ്ങളുടെ തുകയാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വര വെച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. 5 മുതൽ 14 വരെ ഈ സമ്മാണ്. ഓക്കെ, 5 വരെയുള്ള സം എത്ര കിട്ടും? ഓക്കെ, പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടോ? ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്, മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിന്റെ 14ാം പദം എങ്ങനെ കണ്ടു എന്നുള്ളത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഈ കാണുന്നത് 10ാം പദം മുതൽ 14ാം പദം വരെയുള്ളതാണ്. ഓക്കെ, സോറി, 10ാം പദം മുതൽ 18ാം പദം വരെയുള്ളത്. ഈ 10ന്റെയും 18ന്റെയും കറക്റ്റ് നടുവിലാണ് 14 വരിക. 10ാമത്തെയും 18ാമത്തെയും പദങ്ങളുടെ കറക്റ്റ് നടുവിലാണ് ആര് വരിക? 14 വരിക. അപ്പൊ ഇതിന്റെ സം ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 126. ആകെ എത്ര പദങ്ങളുണ്ട്? 9. അങ്ങനെയാണ് ഇത് 14 എന്ന് കിട്ടിയത്. 126/9. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എന്താക്കുക, ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും സീരീസ് കൊണ്ടുതരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക, ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ, ഇതേപോലെ ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് അരിത്മെറ്റിക് 1357 അല്ലേ? ഓഡ് നമ്പർ. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറിന്റെ സ്ക്വയർ നിങ്ങൾക്ക് അറിയാം അല്ലേ? S5 5 സ്ക്വയർ ആണ്, n സ്ക്വയർ ആണ് 25. ഇനി അല്ലെങ്കിൽ ഇത് കൂട്ടിയാലും ആൻസർ കിട്ടും. ഓരോരുത്തർക്ക് ഇത് കൂട്ടി വെക്കാം. അടുത്തത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ്. ഇപ്പൊ ബി ക്വസ്റ്റ്യൻ ആൻസർ n സ്ക്വയർ നിങ്ങൾക്ക് അറിയാം, n സ്ക്വയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1357 ഇതിന്റെ സം എത്ര? ഫസ്റ്റ് n ടേംസിന്റെ സം. അപ്പൊ മുകളിലത്തെ സം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എന്താണ്? n സ്ക്വയർ ആണ്. അടിയിൽ എപ്പോഴും n ആണ്. ഇതിപ്പോ കൂട്ടി പോവുകയാണെങ്കിൽ ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ മുകൾ ഭാഗം മാത്രമല്ലേ കൂട്ടുള്ളൂ. ഛേദം തുല്യമാണെങ്കിൽ മുകൾ ഭാഗം മാത്രമേ കൂട്ടുള്ളൂ. അപ്പം മുകൾ ഭാഗത്തെ ആൻസർ എന്താ? n സ്ക്വയർ ആണ്. അടിയിൽ എപ്പോഴും n ആണ്. എപ്പോഴും കൂട്ടുകയാണെങ്കിൽ n ആണ് വരിക. കാരണം ഡിനോമിനേറ്റർ അഥവാ ഛേദം തുല്യമാണെങ്കിൽ അടിയിൽ നമ്മൾ കൂട്ടേണ്ടിയില്ല, മൊത്തത്തിൽ 1 എഴുതിയാൽ മതി. അപ്പൊ n2/n എന്ന് പറഞ്ഞാൽ n ആണ്. ഡി ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാം? വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 2020 ടേംസ് ആണ്. ഇത് 1357 ആണ്. അപ്പൊ 2020 ടേംസ് പറഞ്ഞാൽ 2020ന്റെ സ്ക്വയർ n സ്ക്വയർ /n. അടിയിൽ 2020 ആണ്. അപ്പം ഇത് വെട്ടാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2020. ഈ 4 സ്റ്റെപ്പ് ഇത് എത്ര മാർക്ക് അറിയാം? 5 മാർക്കാണ്. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. പക്ഷെ ഐഡിയ ഉള്ള ആളുകൾക്ക് എന്ത് കിട്ടുള്ളൂ? ഈ കാണുന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടുള്ളൂ കേട്ടോ. അപ്പം അത് ഇനി ഇത് മനസ്സിലാവാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് എടുത്ത് കാണാം. കാരണം ഇത് A+ ടോപ്പിക് ആണ്. ചില ആളുകൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ മനസ്സിലാവുന്ന ആളുകളും ഇല്ലാത്ത ആളുകളൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ഒരു കമന്റ് ആയിട്ട്, ഒറ്റ കമന്റ് ആയിട്ടെങ്കിലും നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. അപ്പൊ അതൊരു കിടിലം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലായോ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഐഡിയ വരിക എന്നുള്ളത്? ഇനി ഇതേപോലെ ഒരു കിടിലം ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്, സെയിം മോഡൽ. ഓക്കെ, പക്ഷേ കുറച്ചൊരു മാറ്റമുണ്ട്. ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st, 1ാം പദത്തിന്റെയും 21ാം പദത്തിന്റെയും തുക 140. ഓക്കെ, എന്ത് തന്നിട്ടുണ്ട് എങ്കിൽ 11ാം പദം എത്ര? നമുക്കറിയാം 1 21 കൂട്ടിയാൽ 22. അപ്പൊ ഏതൊക്കെ കൂട്ടിയാലും 22 കിട്ടാം? 11ആയിട്ട് ബന്ധമല്ലേ? 11 കൂട്ടിയാലാണ് 22. അത് 140 ആയിരിക്കും അല്ലെ? കൂട്ടിയാൽ ഈ 22 കിട്ടുന്ന എല്ലാത്തിന്റെയും സം എത്രയാണ്? സെയിം ആണ്. അപ്പൊ 2 11 സമം 140 ആണെങ്കിൽ ഒരു 11 പറഞ്ഞാൽ എന്തായിരിക്കും? 140ന്റെ പകുതി 70 ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇനി സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. 1ാം പദവും 21ാം പദവും ആണ് തന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇവിടെ 21 പദങ്ങളുണ്ട്. മൊത്തം എത്ര പദങ്ങളുണ്ട്? 21 പദങ്ങളുണ്ട്. കാരണം ഇത് ഫസ്റ്റ് ടേമും ഇത് ലാസ്റ്റ് ടേമുമാണ്. ഓക്കെ, 21 പദങ്ങളുണ്ട്. മൊത്തം എത്ര പദങ്ങളുണ്ട്? 21 പദമുണ്ട്. 21 പദം ഉണ്ടെങ്കിൽ അവിടെ മിഡിൽ ടേം ഉണ്ടാവും. ഏതായിരിക്കും മിഡിൽ ടേം? 21നോട് 1 കൂട്ടുക, അതിന്റെ പകുതി 11ാം പദമായിരിക്കും മിഡിൽ ടേം. വേണമെങ്കിൽ ഒരു പുതിയൊരു ഐഡിയ കൂടി പഠിച്ചു വെച്ചോളൂ. ഒരു ജോഡിയുടെ പകുതി ആയിരിക്കും അതിന്റെ മധ്യബിന്ദു. നമ്മൾ ഇതുപോലെ എഴുതുന്ന ഒരു ഒരു പെയറിന്റെ പകുതി ആയിരിക്കും മിഡിൽ ടേം. വേണമെങ്കിൽ മിഡിൽ ടേമിന്റെ ഇരട്ടി ആയിരിക്കും ഒരു ജോഡി എന്നും പറയാം. മധ്യപദത്തിന്റെ ഇരട്ടി ആയിരിക്കും ഒരു ജോഡിയുടെ സം, ഒരു പെയറിന്റെ സം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പെയറിന്റെ സമ്മിന്റെ പകുതി ആയിരിക്കും മിഡിൽ ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളതാണ്. കൺഫ്യൂഷൻ ആവരുത്. വീണ്ടും റിപ്പീറ്റ് എടുത്ത് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ കണ്ട ഈ സമ്മിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ലിയർ ആവും. അതായത് സീക്വൻസ് ഇഫ് ദ ഫസ്റ്റ് ടേം ഇസ് 10, 1ാം പദം 10 ആണെങ്കിൽ അപ്പൊ 1ാം പദം 10 കൊടുക്കാം. 10 + 21ാം പദം 140. അപ്പൊ 21ാം പദം എന്ന് പറഞ്ഞാൽ എത്രയും? 140 - 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 130 ആണ്. അപ്പൊ 2 പദങ്ങൾ കിട്ടി അല്ലെ? 1ാം പദം കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ മതി. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 140 - 10 അല്ലെ? 21ാം പദത്തിൽ 130 - 10. 130 - 10 കാരണം 21ാം പദം എത്ര? 130. 1ാം പദം 10. ഓക്കെ, 130 - 10 ഡിവൈഡ് ബൈ 21 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 120/20
ദാറ്റ് ഈസ് ഈക്വൽ ടു 6. അപ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 പൊതുവ്യത്യാസം എത്രയാണ്? 6. ക്ലിയർ ആണല്ലോ? പൊതുവ്യത്യാസം 6. സോ ഇതിൽ നിന്ന് സീക്വൻസ് ചെയ്താൽ ഒരു പണിയില്ല. 10 ഒന്നാം പദം 10 പൊതുവ്യത്യാസം 6. ഓക്കെ, വളരെ രസകരമായുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് കാൽക്കുലേറ്റ് സം ഓഫ് ഫസ്റ്റ് 11 ടേംസ്. ഇതിന്റെ ആദ്യത്തെ 11 പദങ്ങളുടെ തുക. 11 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 11 പദങ്ങളുടെ തുകയാണ്, സമ്മാണ് ചോദിച്ചത്. S11 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം, മിഡിൽ ടേം. 11 പദങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ മിഡിൽ ടേം ഉണ്ടാവും. 11 ആണെങ്കിൽ മധ്യപദം ഏതാണ്? 11 + 1 12, 12 പകുതി 6ാം പദമായിരിക്കും മിഡിൽ ടേം ഉണ്ടാവുക. ഒന്നെങ്കിൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ 6ാം പദം ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സാധാ പോലെ S11 = 11/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം, ഇങ്ങനെയും ചെയ്യാം. ഒരു കുഴപ്പമില്ല. 2 മെത്തേഡ് ചെയ്താൽ നിങ്ങൾ സെയിം ആൻസർ ആണ്. അപ്പോൾ ഇത് ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. 6ാം പദം കണ്ടുപിടിച്ചാൽ മതി. 6ാം പദം എന്ന് പറഞ്ഞാൽ ആദ്യ പദം പ്ലസ് 5D. ഓക്കെ, ആദ്യ പദത്തിനോട് 5D കൂടുക. ആദ്യ പദം 10 പ്ലസ് 5 ഇൻറ്റു D എന്ന് പറഞ്ഞാൽ 6. സോ 5 × 6 30, 30 + 10 40. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ x6 ആണ് 40, 40 × 11. ഇത് ചെയ്താൽ ആദ്യ 11 പദങ്ങളുടെ തുകയായി. ഇനി അല്ല, നിങ്ങൾക്ക് ഈ മെത്തേഡാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഇത് വെച്ച് ചെയ്ത് നോക്കുക. സെയിം ആൻസർ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. 40 × 11 പറഞ്ഞാൽ 400, 450 അല്ലേ? നിങ്ങൾ കിട്ടുന്ന സെയിം ആൻസർ ആയിരിക്കും ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക. എന്തായാലും ക്ഷമിക്കുക. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ ഈ ചെയ്ത കോൺസെപ്റ്റുകളാണ് നിർബന്ധമായിട്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റുകളെല്ലാം ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തത്. നിർബന്ധമായിട്ട് പഠിക്കട്ടോ. അപ്പോൾ ഒരു പക്ക A+ ക്വസ്റ്റ്യനും കൂടി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ്, പക്ഷെ കുറച്ച് പവർഫുൾ ആണ്. സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 72. ആദ്യത്തെ 7 പദങ്ങളുടെ തുക 72 ആണ്. ആദ്യത്തെ 4 പദങ്ങളുടെ തുക 72 ആണ്. ആൻഡ് സം ഓഫ് ഫസ്റ്റ് 9 ടേംസ് ഈസ് 72. ആദ്യത്തെ 9 പദങ്ങളുടെ തുകയും 72 ആണ്. ഓക്കെ, ഇത്ര 2 കാര്യങ്ങളും 72. അങ്ങനെ ഒരേ സമയത്ത് 2 തുകകൾ 72 ആണെങ്കിൽ ഉറപ്പിച്ചോ, അതിൽ നെഗറ്റീവ് ടേംസ് കൂടി ഉണ്ടാവും. അല്ലെങ്കിൽ സമ്മ് നെഗറ്റീവ് ആവില്ലല്ലോ, കാരണം എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും വലിയ നമ്പറല്ലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ കോമൺ ഡിഫറൻസ് ഉറപ്പായിട്ടും നെഗറ്റീവ് ആയിരിക്കും. വാട്ട് ഈസ് ദ 5th ടേം? ഈസി ആയിട്ട് കിട്ടും. ഇതിൽ നിന്നും 5ാമത്തെ ടേം നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. സം ഡിവൈഡഡ് ബൈ എണ്ണം. ദാറ്റ് ഈസ് 72 എത്ര 9 8 അല്ലേ? 8 8 64 8 9 യെസ് 72. അടുത്ത ചോദ്യം, ആദ്യത്തെ 5 പദങ്ങളുടെ തുക. നമുക്കറിയാം, ഇത് പല ആളുകൾക്കും അറിയില്ല. ആദ്യത്തെ 5 പദങ്ങളുടെ തുക പറഞ്ഞാൽ ആദ്യത്തെ 4 പദങ്ങളുടെ തുക കാണുക, അതിനോട് 5ാം പദം കൂട്ടുക. മനസ്സിലാവും? ഇപ്പൊ ABCDEF ഈ 5 പദങ്ങളുടെ തുക ആണെങ്കിൽ EF ആണ്. 5 പദങ്ങളുടെ തുക ആണെങ്കിൽ ABCDയുടെ തുക കാണുക. ഇതെല്ലാം കൂടി കൂട്ടി ഉത്തരം നമുക്ക് അറിയാം. ഇതിപ്പോ 100 കൂട്ടിക്കോ. ഈ എന്ന് പറഞ്ഞ നമ്പറും അറിയാം. അപ്പം ഇതിപ്പോ 10 കൂട്ടിക്കോ. അപ്പൊ ആദ്യത്തെ 5 പദങ്ങളുടെ തുക എത്ര? 100 + 10 110 അല്ലേ? അതേപോലെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ദാറ്റ് ഈസ് 72. അതുകൊണ്ട് 5ാം പദം കൂട്ടുക, അതായത് 80 കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം നിങ്ങളോട് ചോദിച്ചത് അതായത് സീക്വൻസ്. നമുക്കറിയാം സീക്വൻസ് ചെയ്യണമെങ്കിൽ F അറിയണം, D അറിയണം. ഇവിടെ രണ്ടും ഇല്ല. പക്ഷെ D കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇവിടെ ഉണ്ട്. ഇതിൽ S5 ഉണ്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഏത് കണ്ടുപിടിക്കാം? X3 കണ്ടുപിടിക്കാം. മിഡിൽ ടേം കണ്ടുപിടിക്കാം. തുക ബൈ എണ്ണം 80/5. 80 എത്ര? 5 ഉണ്ടടാ. 80 + 6 5 30 12 14 അല്ലേ? 15 50 14 16 അല്ലേ? 16. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. കോമൺ ഡിഫറൻസ് ഇതിൽ കണ്ടുപിടിക്കാം. 16 കിട്ടും, 8 കിട്ടും. 16 - 8 / 5 - 3 അല്ലെങ്കിൽ 3 - 5 നെഗറ്റീവ് വരും. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് F കിട്ടും, D കിട്ടും. ഉത്തരം അറിയാവുന്ന ആളുകൾ കമന്റ് ചെയ്യാം കേട്ടോ. ഒരു കിടിലൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ആകെ എത്ര എഴുതിയാൽ മതി. അടിപൊളി ക്വസ്റ്റ്യൻ. ഓക്കെ, പിന്നെ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. ജനറൽ ഫോർമാറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ദ എക്സ്പ്രഷൻ ഫോർ ദി സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 2n² + 4n. എങ്കിൽ ഫസ്റ്റ് ടേമും പൊതുവ്യത്യാസം കാണുക. ഒരു പണിയില്ല. SN 2n² + 4n ആണെങ്കിൽ ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. n² കൂടുള്ള നമ്പറിന്റെ ഡബിൾ ആണ് ഉണ്ടാവുക. ഇതിന്റെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. n 1 കൊടുക്കുക. 2 × 1² + 4 × 1. 2 × 1² പറഞ്ഞാൽ 2, 4 × 1 പറഞ്ഞാൽ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ ആണോ? ദാറ്റ് ഈസ് 2 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ആണ്. ഇത്രയും സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇതൊക്കെ സം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് ഞാൻ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യും. നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം, അതായത് xn തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 6n - 5 ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് xn തന്നിട്ട് കോമൺ ഡിഫറൻസ് കാണാൻ പറഞ്ഞാൽ ആ നമ്പർ അങ്ങ് എഴുതി വെച്ചാൽ മതി. D = 6 ആണ്. എന്നാൽ നമ്മളിപ്പോൾ ചെയ്തതുപോലെ
SN തന്നിട്ട് കോമൺ ഡിഫറൻസ് കാണണമെങ്കിൽ അതിന്റെ ഡബിൾ എടുക്കണം. അതാണ് മാറ്റം. ഓക്കെ, ആദ്യത്തെ 15 പദങ്ങളുടെ തുക S15 അത് കാണണമെങ്കിൽ നമുക്കറിയാം അവിടെ ഉറപ്പായിട്ടൊരു മിഡിൽ ടേം ഉണ്ടാവും. 15നോട് ഒന്ന് കൂട്ടുക 16, അതിന്റെ പകുതി x8 ഇൻറ്റു ആകെ പദങ്ങളുടെ എണ്ണം. ഇതായിരിക്കും മിഡിൽ സമ്മ് കാണാൻ ഏറ്റവും സിമ്പിൾ ആയുള്ള ഇക്വേഷൻ. ആദ്യത്തെ 15 പദങ്ങളുടെ സം എന്ന് പറയുന്നത്. ഓർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 15/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇങ്ങനെ ചെയ്താൽ സെയിം ആൻസർ ആയിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉപകാരം വെച്ചാൽ ഒരു ടേം കണ്ടുപിടിച്ചാൽ മതി. x8 ഇവിടെ തന്നിട്ടുണ്ട്. 6 ഇൻറ്റു 8 - 5 8 48 41 5 കുറച്ചാൽ 43 പ്ലസ് 15 എത്ര 43 ഇൻറ്റു 15. ഓക്കെ, 43 ഇൻറ്റു 15 അത് നിങ്ങൾ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, എത്ര നിങ്ങൾ കിട്ടും. അടുത്തത് ഓൾജിബ്രൈക് ഫോം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം അത് രണ്ട് രീതിയിൽ ഞാൻ കാണിച്ചുതരാം. സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം നിങ്ങൾക്ക് എന്ത് ചെയ്താം, SN = n/2 ഇൻറ്റു x1 + xn ഈ രീതിയിൽ എഴുതാം. ഓക്കെ, ഇനി അല്ലാതെ മറ്റൊരു മെത്തേഡ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. സിമ്പിൾ ആണ്. ഇവിടെ n നമുക്കറിയില്ല, അതുകൊണ്ടാണ് ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞത്. n/2 ഇൻറ്റു x1 നമുക്കറിയാം 6 - 1 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പോൾ 6 - 5 1 പ്ലസ് xn ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ് 6n - 5 ആണ്. അതാണ് ഇവിടെ എഴുതുന്നത് 6n - 5. ഇതിന് ആൻസർ ചെയ്യാം n/2 ഇൻറ്റു 6n ആദ്യം എഴുതുന്നു. 6n 1 5 കുറച്ച് എത്രടാ 1 - 5 -4 ആണ്. സോ ഇനി ഗുണിക്കാം 6n ഇൻറ്റു n 6n² മൈനസ്, അതായത് ഇതാ ഗുണിച്ച് 6n ഇൻറ്റു n 6n² മൈനസ് 4 ഇൻറ്റു n/2 4n/2 വെട്ടാനുള്ളതൊക്കെ വെട്ടാം. സോ ആൻസർ ഈസ് 3n² - 2n ആണ്. ഇതാണ് സമ്മിന്റെ ഓൾജിബ്രൈക് ഫോം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്ര 3ന്റെ ഡബിൾ 6 ആണ്. നോക്കി നോക്കൂ, കോമൺ ഡിഫറൻസ് എത്ര 6 അല്ലേ. ഫസ്റ്റ് ടേം എത്ര n 1 കൊടുക്കുക 3 - 2 1 അല്ലേ. നോക്കിയോ കോമൺ ഡിഫറൻസ് എത്രയാണ്, കറക്റ്റ് ആണ് നമ്മൾ എഴുതിയത്. ഓക്കെ, ഇതല്ലാത്ത മറ്റൊരു മെത്തേഡ് ചില ആളുകൾക്കൊക്കെ അറിയാം. ഒരു ഇക്വേഷൻ ഉണ്ട്, വേണ്ട ആളുകൾ പഠിച്ചാൽ നിർബന്ധിക്കുന്നില്ല, പുതുതായിട്ട് പഠിക്കണം എന്നില്ല. d/2 n² പ്ലസ് f - d/2 ഇൻറ്റു n. അറിയാവുന്ന ആളുകൾ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലാത്ത ആളുകൾ പുതുതായിട്ട് പഠിക്കണ്ട. എന്താണ് ഇക്വേഷൻ, d/2 n² പ്ലസ് f - d/2 ഇൻറ്റു n. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് d എത്രയാണെന്ന് അറിയാം 6 ആണ്, n എത്ര അറിയാം 1 ആണ്. സോ ഇതിന് ആൻസർ ഇത്രേ ഉള്ളൂ, d/2 n², അതായത് 6/2 n² 6/2 n² പ്ലസ് എഫിൽ നിന്ന് d/2 കുറയ്ക്കാം 1 മൈനസ് d/2 എന്നാൽ 3 ഇൻറ്റു n. ഇതാണ് ആൻസർ. സോ 6/2 എന്നാൽ 3n², 1 3 കുറച്ചാൽ -2 തന്നെ ആൻസർ. അപ്പോൾ ഈ ഇക്വേഷൻ ഇതിൽ വെറും 2 സ്റ്റെപ്പ് കൊണ്ട് ആൻസർ കിട്ടും. ഇനി അല്ലെങ്കിൽ സാധാ പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. സോ മക്കളെ, ഇതെല്ലാം ക്ലിയർ ആയെന്ന പ്രതീക്ഷയോടുകൂടി SN = 3n² പ്ലസ് 2n ആണെങ്കിൽ ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ത്, ഇതിന്റെ ഫസ്റ്റ് ടേം എന്ത്, ഇത് രണ്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ അയച്ചു കൊടുക്കുക. കാരണം കുറച്ചൊരു ലെങ്തി ആയുള്ള വീഡിയോ ആണെങ്കിൽ പോലും അത്രയധികം കോണ്ടന്റ് ഉള്ള വീഡിയോ ആണ് മക്കളെ. ഈ ചാപ്റ്ററിൽ നിങ്ങൾ അവസാനമായിട്ട് പഠിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. SN കാണാൻ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ മിഡിൽ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. SN കാണാൻ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ n/2 ഇൻറ്റു x1 + xn. ഇത് രണ്ടും വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇതുപോലെ ഏതെങ്കിലും ഒരു മിഡിൽ ടേം ഒരു പേര് തന്നാൽ, ഇപ്പോൾ x1 + x27 ഇങ്ങനെ തന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ ഇവിടെ എത്ര പദങ്ങളുണ്ട്, 27 പദങ്ങളുണ്ട്. 27 പദങ്ങളുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, മിഡിൽ ടേം ഉണ്ടാവും. ഓക്കെ, ഇതിപ്പോൾ 20 ആണ് എങ്കിൽ ഉറപ്പിച്ചോ ഇത് അതിൻ്റെ പകുതി ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ മിഡിൽ ടേം എന്ന് പറയുന്നത് 10 ആണെങ്കിൽ ഉറപ്പിച്ചോ അതിൻ്റെ ഡബിൾ ആയിരിക്കും ഇതുണ്ടാവും. അപ്പോൾ ഈ ഒരു ഐഡിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കാണുക. സോ കൂടുതൽ ഉപകാരപ്രദമായുള്ള A+ ചോദ്യങ്ങളുമായിട്ടും അല്ലാത്ത ചോദ്യങ്ങളുമായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അടുത്ത ചാപ്റ്റർ ഏത് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.